JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള PSC അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികകളിലേക്ക് എല്ലാ അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയുള്ള മെയിൻ എക്സാം സ്പെഷ്യൽ ക്രാഷ് ക്ലാസ്സിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സെലക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ 16ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് ആയതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആയതുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ തുടർച്ചയായിട്ട് കാണണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെഗുലർ അസസ്മെന്റ് മീൻസ് അസസ്മെന്റ് മെയ്ഡ് അണ്ടർ, അതായത് റെഗുലർ മൂല്യനിർണ്ണയം എന്നാൽ താഴെയുള്ള വിലയിരുത്തൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 143(3), ഓപ്ഷൻ ബി സെക്ഷൻ 144, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എബവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 143(3). അടുത്ത ക്വസ്റ്റ്യൻ. It is not mandatory for an assessee to file a return of loss if it pertains to, അതായത് നഷ്ടത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒരു അസസിക്ക് നിർബന്ധമല്ല. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലോസ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഓപ്ഷൻ ബി ലോസ് ഫ്രം മെയിൻ്റെനൻസ് ഓഫ് റേസ് ഹോഴ്സസ്, ഓപ്ഷൻ സി ലോസ് അണ്ടർ ദ ഹെഡ് capital gains, ഓപ്ഷൻ ഡി ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. എനി പേഴ്സൺ ഹു ഹാസ് നോട്ട് ഫിൽഡ് ദ റിട്ടേൺ വിത്തിൻ ദ ടൈം അലൗഡ് അണ്ടർ സെക്ഷൻ 139(1), 139(4) or within the time allowed under a notice issued by the assessing officer under section 142(1) may file a belated return U by /S 139(4). അതായത് സെക്ഷൻ 139(1), 139(4) പ്രകാരം അനുവദനീയമായ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ സെക്ഷൻ 142(1) പ്രകാരം അസസിംഗ് ഓഫീസർ പുറപ്പെടുവിച്ച നോട്ടീസ് പ്രകാരം അനുവദിച്ച സമയത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഏതൊരു വ്യക്തിക്കും വൈകിയുള്ള റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബിഫോർ ദ എൻഡ് ഓഫ് ദ റിലവന്റ് അസസ്മെന്റ് ഇയർ, ഓപ്ഷൻ ബി ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ അസസ്മെന്റ്, ഓപ്ഷൻ സി എ ഓർ ബി ഓർ എബവ് whichever is earlier, option D A or B above whichever is later. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എ ഓർ ബി above whichever is earlier. അടുത്ത ക്വസ്റ്റ്യൻ. In the case of an individual assessee, the return of income must be signed and verified by the following except, അതായത് ഒരു വ്യക്തിഗത മൂല്യനിർണ്ണയക്കാരന്റെ കാര്യത്തിൽ വരുമാനത്തിന്റെ റിട്ടേൺ ഒപ്പിടുകയും സ്ഥിരീകരിക്കുകയും വേണം ഡാഷ് ഒഴികെ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ ഹിംസെൽഫ്, ഓപ്ഷൻ ബി വേർ ഹി ഈസ് ആബ്സെന്റ് ഫ്രം ഇന്ത്യ ബൈ സം പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ഹിം ഓർ ഓൺ ദിസ് ബിഹാഫ്, ഓപ്ഷൻ സി വേർ ഹി ഈസ് മെന്റലി incapacitated from attending to his affair by his guardian or any other person competent to act on his behalf, option D spouse. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്പോസ്. അടുത്ത ക്വസ്റ്റ്യൻ. If the assessing officer has a reason to believe that any income chargeable to tax has escaped assessment for any assessment year, he may initiate proceedings of dash. അതായത് നികുതി ചുമത്തേണ്ട ഏതെങ്കിലും വരുമാനം ഏതെങ്കിലും മൂല്യനിർണ്ണയ വർഷത്തിലേക്കുള്ള മൂല്യനിർണ്ണയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന അസസിംഗ് ഓഫീസർക്ക് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അയാൾക്ക് ഡാഷ് നടപടികൾ ആരംഭിക്കാവുന്നതാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ
31st July 2017. Option B option A reassessment. Option B regular assessment. Option C self assessment. Option D best judgment assessment. Sorry, ഞാൻ ആറാമത്തെ ഓപ്ഷൻ ആണ് വെച്ച് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. അഞ്ചാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ എ റീഅസസ്മെന്റ്. ഓപ്ഷൻ ബി റെഗുലർ അസസ്മെന്റ്. ഓപ്ഷൻ സി സെൽഫ് അസസ്മെന്റ്. ഓപ്ഷൻ ഡി ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റീഅസസ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. A partnership firm whose sales turnover is 90 lakh has derived income from an industrial undertaking entitled to deduction under section 80IB. The due date for filling the return of income for AY 2021-22 will be dash. അതായത് ഈ 90 ലക്ഷം രൂപയുടെ വിൽപ്പന വിറ്റുവര ഉള്ള ഒരു പങ്കാളിത്ത സ്ഥാപനം 80IB കഴിവിന് അർഹതയുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് വരുമാനം നേടിയിട്ടുണ്ട്. AYയുടെ വരുമാന റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 2021-22 ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 31st July 2017. ഓപ്ഷൻ ബി 30th September 2017. ഓപ്ഷൻ സി 31st October 2017. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 31st July 2017. അടുത്ത ക്വസ്റ്റ്യൻ. The due date specified under section 139(1) for filling the return of income in case of companies engaged in international transactions and who have to furnish a report under section 92E is dash. അതായത് അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ വരുമാന റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 131(9) വ്യക്തമാക്കിയിട്ടുള്ള അവസാന തീയതി 92E റിപ്പോർട്ട് നൽകേണ്ടത് ഡാഷിന് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 31st July. ഓപ്ഷൻ ബി 31st August. ഓപ്ഷൻ സി 13th September. ഓപ്ഷൻ ഡി 30th November. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 30th November. അടുത്ത ക്വസ്റ്റ്യൻ. A return of income when notified as defective has to be rectified within dash. അതായത് അപാകതയുള്ളതായി അറിയിപ്പ് ലഭിക്കുമ്പോൾ വരുമാനത്തിന് റിട്ടേൺ ഡാഷിനുള്ളിൽ തിരുത്തണം. ഓപ്ഷൻ എ 30 days. ഓപ്ഷൻ ബി ദ ഫിനാൻഷ്യൽ ഇയർ. ഓപ്ഷൻ സി 15 days. ഓപ്ഷൻ ഡി 60 days. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 60 days. അടുത്ത ക്വസ്റ്റ്യൻ. As per section 234F of the Income Tax Act 1961, where a person required to furnish a return of income under section 139 fails to do so within the prescribed time, he shall pay by any of fee a sum of if the return is furnished on or before the 31st day of December of the assessment year. അതായത് 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 234F പ്രകാരം ഒരു വ്യക്തിക്ക് 139 വരുമാനത്തിന് റിട്ടേൺ നൽകേണ്ടി വരുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ അയാൾ ഫീസ് മുഖേന ഒരു തുക അടയ്ക്കേണ്ടതാണ്. മൂല്യനിർണ്ണയ വർഷത്തിൽ ഡിസംബർ 30 മുമ്പ് അതിനു മുമ്പോ റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1000. ഓപ്ഷൻ ബി 10,000. ഓപ്ഷൻ സി 5,000. ഓപ്ഷൻ ഡി 2,000. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 5,000. അടുത്ത ക്വസ്റ്റ്യൻ. A partnership firm having 9 trucks engaged in the business of plying these trucks on hire is to files its return of income of the AY 2021-22 on the basis of provisions of section 44AE. The partnership firm is required to file its return of income in dash. അതായത് ഈ ട്രക്കുകൾ വാടകയ്ക്ക് ഓടിക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന 9 ട്രക്കുകളുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനം സെക്ഷൻ 44A വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ AY 2021-22 വരുമാനത്തിന് റിട്ടേൺ ഫയൽ ചെയ്യണം. പങ്കാളിത്ത സ്ഥാപനത്തിന്റെ വരുമാന റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫോം ITR 4. ഓപ്ഷൻ ബി ഫോം ITR 3. ഓപ്ഷൻ സി ഫോം ITR 2. ഓപ്ഷൻ ഡി ഫോം ITR 4S. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
A return filed by Miss Mala was found to be defective. The assessing officer gave notice of the defect to the assessee. The time limit for a rectification of the defect is a dash. അതായത് മാല സമർപ്പിച്ച റിട്ടേണിൽ അപാകതയുണ്ട് എന്ന് കണ്ടെത്തി അസസിംഗ് ഓഫീസർ അപാകത സംബന്ധിച്ച് അസസിക്ക് നോട്ടീസ് നൽകി. തകരാർ പരിഹരിക്കുന്നതിനുള്ള സമയപരിധി ഡാഷ്. ഓപ്ഷൻ എ 30 days, ഓപ്ഷൻ ബി 15 days, ഓപ്ഷൻ സി 45 days, ഓപ്ഷൻ ഡി 60 days. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 60 days. അടുത്ത ക്വസ്റ്റ്യൻ. ചാന്ദ് ലിമിറ്റഡ് filed its return of income on 7th December 2020 declaring a loss of 3,50,000. Later it noticed a claim of expenditure omitted in the return filed. The revised return dash. അതായത് ചാന്ദ് ലിമിറ്റഡ് 2020 ഡിസംബർ 7-ന് 3,50,000 രൂപയുടെ നഷ്ടം പ്രഖ്യാപിച്ച് വരുമാന റിട്ടേൺ ഫയൽ ചെയ്തു. പിന്നീട് ഫയൽ ചെയ്ത റിട്ടേണിൽ ചെലവിന്റെ ഒരു ക്ലെയിം ഒഴിവാക്കിയത് ശ്രദ്ധയിൽപ്പെട്ടു. പുതുക്കിയ റിട്ടേൺ ഡാഷ്. ഓപ്ഷൻ എ must be filed before 31st March 2022. Option B cannot be filed. Option C must be filed before 31st March 2021. Option D can be filed before completion of the assessment. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. must be filed before 31st March 2021. അടുത്ത ക്വസ്റ്റ്യൻ. Rose Limited filed its return of income for the assessment year 2021-22 on 10th August 2021. The notice under section 143(2) for scrutiny assessment should be served on the assessee by dash. അതായത് റോസ് ലിമിറ്റഡ് 2021-22 അസസ്മെന്റ് വർഷത്തേക്കുള്ള വരുമാന റിട്ടേൺ 2021 ഓഗസ്റ്റ് 10 ഫയൽ ചെയ്തു. സൂക്ഷ്മ പരിശോധനാ മൂല്യനിർണ്ണയത്തിലുള്ള സെക്ഷൻ 143(2) പ്രകാരമുള്ള നോട്ടീസ് മൂല്യനിർണ്ണയ വ്യക്തിക്ക് നൽകണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 31st March 2022, ഓപ്ഷൻ ബി 31st March 2023, ഓപ്ഷൻ സി 10th February 2022, ഓപ്ഷൻ ഡി 30th September 2022. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 30th September 2022. അടുത്ത ക്വസ്റ്റ്യൻ. Zeit Limited engaged in the manufacturing of cement also had windmills to generate power. The entire power generated by it was used by its wholly owned subsidiary Zoom Limited. The amount received for the said power supply was 7 crore. Zeit Limited disclosed a total income of 10 crore for the assessment year 2021-22. The due date for filing return of income by Zeit Limited is dash. അതായത് സിമന്റ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സെയിൻസ് ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും അതിന്റെ പൂർണ്ണ ഉടമസ്ഥതയുള്ള ഉപസ്ഥാപനമായ സൂ ലിമിറ്റഡ് ഉപയോഗിച്ചു. പ്രസ്തുത വൈദ്യുതി വിതരണത്തിന് ലഭിച്ചത് 7 കോടി രൂപയാണ്. സീറ്റ് ലിമിറ്റഡ് 2021-22 മൂല്യനിർണ്ണയ വർഷത്തിലെ മൊത്ത വരുമാനം 10 കോടി വെളിപ്പെടുത്തി. സീറ്റ് ലിമിറ്റഡ് വരുമാന റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡാഷ് ആണ്. ഓപ്ഷൻ എ 31st July 2021, ഓപ്ഷൻ ബി 30th September 2021, ഓപ്ഷൻ സി 31st October 2021, ഓപ്ഷൻ ഡി 30th November 2021. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 30th September 2021. അടുത്ത ക്വസ്റ്റ്യൻ. As per section 139(1), an individual other than an individual of the age of 16 years or more shall have to file a return of income if dash. അതായത് സെക്ഷൻ 139(1) പ്രകാരം 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഒരു വ്യക്തി ഒഴികെയുള്ള ഒരു വ്യക്തി വരുമാനത്തിന് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹിസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 2,50,000. ഓപ്ഷൻ ബി ഹിസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 3 lakh. ഓപ്ഷൻ ഡി സി ഹിസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 2 lakh. ഓപ്ഷൻ ഡി ഹിസ് ടോട്ടൽ income before allowing deduction under section 80(2) ATU exceeds 2,50,000. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹിസ് ടോട്ടൽ ഇൻകം ബിഫോർ അലൗവിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80(2) ATU exceeds 2,50,000. അടുത്ത ക്വസ്റ്റ്യൻ. The due date of filing a return of income for the assessment year 2021-22 in case of working partner of a firm whose accounts are liable to be audited shall be dash. അതായത്
2021-22 അസസ്മെന്റ് വർഷത്തേക്കുള്ള വരുമാന റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന പങ്കാളിയുടെ കാര്യത്തിൽ ഡാഷ്. ഓപ്ഷൻ എ 31st July of the assessment year. ഓപ്ഷൻ ബി 30th September of the assessment year. ഓപ്ഷൻ സി 30th June of the assessment year. ഓപ്ഷൻ ഡി 30th November of the assessment year in case it is required to furnish report referred to in section 92E and 30th September of the assessment year in any other case. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. For the previous year 2020-21, an assessee suffered a business loss of Rs 2,50,000. His income from other sources is 1,80,000. His due date of return was 31st July 2021, but he submitted the return on 9th September 2021. The assessee in this case dash. അതായത് കഴിഞ്ഞ വർഷം 2020-2021 ഒരു മൂല്യനിർണ്ണയക്കാരന് 2,50,000 രൂപയുടെ ബിസിനസ് നഷ്ടം നേരിട്ടു. മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വരുമാനം 1,80,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ റിട്ടേൺ തീയതി 2021 ജൂലൈ 31 എന്നാൽ അദ്ദേഹം റിട്ടേൺ സമർപ്പിച്ച 2021 സെപ്റ്റംബർ 9 ഈ കേസിലെ മൂല്യനിർണ്ണയക്കാരൻ ഡാഷ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഷാൽ ബി അലൗഡ് ടു ക്യാരി ഫോർവേഡ് ദ ലോസ് ഓഫ് 70,000. ഓപ്ഷൻ ബി ഷാൽ നോട്ട് ബി അലൗഡ് ടു ക്യാരി ഫോർവേഡ് എനി ലോസ്. Option C shall be allowed to set off current year business loss to the extent of 1,80,000 but shall not be allowed to carry forward the balance loss 70,000. Option D shall not be allowed to set off the business loss to the extent of 1,80,000 and would be liable to tax on 1,80,000. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. shall be allowed to set off current year business loss to extent of 1,80,000 but shall not be allowed to carry forward the business balance of loss of Rs 70,000. Other question. The notice under section 143(2) must be served within dash. അതായത് സെക്ഷൻ 143(2) പ്രകാരമുള്ള അറിയിപ്പ് അതിനുള്ളിൽ നൽകണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 12 months from the date of filing of return. Option B 12 months from the due date of filing the return under section 139(1) or from the date of filing of return of income. Option C 6 months from the end of the financial year in which the return was furnished. Option D 6 months from the end of the month in which the return was furnished. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 6 months from the end of the financial year in which the return was furnished. Other question. If there is an apparent error in the intimation dated 11th June 2020 issued under section 143(1), the time limit for filing an application for rectification under section 154 is available up to dash. അതായത് അണ്ടർ സെക്ഷൻ 143(1) ജൂൺ 11 പുറപ്പെടുവിച്ച അറിയിപ്പിൽ പ്രകടമായ പിശകുകൾ ഉണ്ടെങ്കിൽ 154 തിരുത്താനുള്ള അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി വരെ ലഭ്യമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 31st March 2024. ഓപ്ഷൻ ബി 31st March 2025. ഓപ്ഷൻ സി 31st March 2021. ഓപ്ഷൻ ഡി 31st October 2020. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 31st March 2025. അടുത്ത ക്വസ്റ്റ്യൻ. കോട്ടിംഗ് ഓഫ് പാൻ ഈസ് നോട്ട് നെസസറി ഇൻ ദ കേസ് ഓഫ് ഡാഷ്. അതായത് കേസിൽ പാൻ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂഡ് അറ്റ് 50 lakh. ഓപ്ഷൻ പേയ്മെന്റ് ഓഫ് ഹോട്ടൽ ബിൽസ് 10,000. ഓപ്ഷൻ സി ഡെപ്പോസിറ്റ് ഓഫ് 75,000 into a bank in a pay day. ഓപ്ഷൻ ഡി പേയ്മെന്റ് ഓഫ് 5 lakh for purchase of shares of a company. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പേയ്മെന്റ് ഓഫ് ഹോട്ടൽസ് ബിൽസ് 10,000. അടുത്ത ക്വസ്റ്റ്യൻ. The last date of filing return by a company which is required to furnish report referred to in section 92EA is dash. അതായത് സെക്ഷൻ 92E പരാമർശിച്ചിരിക്കുന്ന റിപ്പോർട്ട് നൽകേണ്ട ഒരു കമ്പനി റിട്ടേൺ ഫയൽ ചെയ്യുന്ന അവസാന തീയതി ഡാഷ്. ഓപ്ഷൻ എ 31st July of the relevant assessment year. ഓപ്ഷൻ ബി 30th September of the relevant assessment year. ഓപ്ഷൻ സി 30th November of the relevant assessment year. ഓപ്ഷൻ ഡി 31st of the relevant assessment year. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 30th November of the relevant assessment year. അടുത്ത ക്വസ്റ്റ്യൻ. Zeit Co is partnership firm whose turnover for the previous year 2022-21 was 220 lakhs. The due date for filing the return of income of the firm is dash. അതായത് മുൻവർഷത്തെ 2021 വർഷത്തിലെ വിറ്റുവരവ് 220 ലക്ഷം രൂപയായിരുന്നു. ഒരു പങ്കാളിത്ത സ്ഥാപനമാണ് സീറ്റ് ആൻഡ് കോ. സ്ഥാപനത്തിന്റെ വരുമാന റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഓപ്ഷൻ എ 31st July 2021, ഓപ്ഷൻ ബി 30th September 2021, ഓപ്ഷൻ സി 30th November 2021, ഓപ്ഷൻ ഡി 31st March 2021. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 30th September 2021. അടുത്ത ക്വസ്റ്റ്യൻ. Chatterjee filed his return of income for the assessment year 2021-22 on 10/6/2021. He is eligible to revise his return. അതായത് 2021-22 അസസ്മെന്റ് വർഷത്തേക്കുള്ള വരുമാന ചാറ്റർജി 10/6/2021 സമർപ്പിച്ചു. റിട്ടേൺ പുനഃപരിശോധിക്കാൻ അയാൾക്ക് യോഗ്യനാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അപ് ടു ദ എൻഡ് ഓഫ് ദ അസസ്മെന്റ് ഇയർ 2022-23, ഓപ്ഷൻ ബി ബിഫോർ ദ എൻഡ് ഓഫ് ദ അസസ്മെന്റ് ഇയർ 2021-22, ഓപ്ഷൻ സി ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് 153, ഓപ്ഷൻ ഡി ബിഫോർ ഇഷ്യൂയിങ് നോട്ടീസ് 148. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബിഫോർ ദ എൻഡ് ഓഫ് ദ അസസ്മെന്റ് ഇയർ 2021-22. അടുത്ത ക്വസ്റ്റ്യൻ. A fixed deposit of 90,000 made by Mr. P on 5/11/2015 was detected on 7/9/2020. The time limit for issue of notice 148 is dash. അതായത് പി 5/11/2015 നടത്തിയ 90,000 സ്ഥിര നിക്ഷേപം 7/9/2020 കണ്ടെത്തി. 148 നോട്ടീസ് നൽകുന്നതിനുള്ള സമയപരിധി ഓപ്ഷൻ എ 31/3/2021, ഓപ്ഷൻ ബി 31/3/2023, ഓപ്ഷൻ സി 31/3/2025, ഓപ്ഷൻ ഡി 31/3/2027. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 31/3/2021. അടുത്ത ക്വസ്റ്റ്യൻ. An apparent error in the assessment order passed under section 143(3) dated 15/11/2020 was noticed by the assessee in February 2021. The time limit for seeking rectification of mistake is available up to dash. അതായത് 15/11/2020 അണ്ടർ സെക്ഷൻ 143(3) പാസാക്കിയ മൂല്യനിർണ്ണയ ഓർഡറിൽ പ്രകടമായ പിശക് 2021 ഫെബ്രുവരിയിൽ മൂല്യനിർണ്ണയക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തെറ്റിരുത്താനുള്ള സമയപരിധി വരെ ലഭ്യമാണ് ലാഷ്. ഓപ്ഷൻ ഓപ്ഷൻ എ 31/3/2025, ഓപ്ഷൻ ബി 31/3/2024, ഓപ്ഷൻ സി 31/3/2021, ഓപ്ഷൻ ഡി 31/3/2022. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 31/3/2025. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.